ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് ഓൾഡായിട്ടുള്ള വീഡിയോ ആണ്. ഒരു വർഷത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അന്ന് അത് പോസ്റ്റ് ചെയ്തില്ല, അപ്പോൾ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. വെൽക്കം ബൈ ടു മൈ ചാനൽ. അങ്ങനെ പതിവ് പോലെ റാന്നിയിൽ നിന്നും പത്തനംതിട്ട, പുനലൂർ, പിന്നെ അവിടെ നിന്നും നേരെ തെങ്കാശിക്ക്. അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. 13 ആർച്ച് ബ്രിഡ്ജ്, 13 കണ്ണറ പാലം. അപ്പം ഇത് ഇന്ത്യയിലെ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നിർമ്മിതിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പല വീഡിയോസും നമുക്ക് റീൽസിലും യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഞാനും ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കഴുത്തുരുട്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽവേ പാതകളിൽ ഒന്നായ ഈ ഒരു പാലം 1904 കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ മുകളിലൂടെ പോകുന്ന ഈ റെയിൽവേ പാതനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ, ഈ പാലം നിർമ്മിച്ചേക്കുന്നത് പാറകൾ, ചുണ്ണാമ്പുകല്ല്, ശർക്കര എന്നിവയൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിന് 13 കമാനങ്ങളാണുള്ളത്. 2 കുന്നുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഏകദേശം 100 അടി ഉയരമുള്ള 13 ഗ്രാനൈറ്റ് തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു 13 കണ്ണറ പാലത്തിന്റെ ഈ സൈഡിലൂടെയുള്ള സ്റ്റെപ്പ് വഴി ആളുകളൊക്കെ പണ്ട് ഈ ഒരു ട്രെയിൻ വരുമ്പോൾ കാണാൻ വേണ്ടി അങ്ങ് തൊട്ടടുത്ത് പോയി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര അപകടകരമായിട്ടുള്ള കുറേ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തേക്കും കേട്ടോ. എന്നിട്ടും ധാരാളം ചെറുപ്പക്കാരൊക്കെ ഇത് ചാടിക്കിടന്ന്, ഈ ഒരു ഗേറ്റ് ചാടിക്കിടന്നൊക്കെ മേളിൽ കയറാറുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴത്തേക്കൂടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. കഴുത്തുരുട്ടി നദി എന്നാണ് അതിൻ്റെ പേര്. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു പാതയുണ്ടല്ലോ, വഴി, അപ്പോൾ ആ വഴി ഒരു ബൈപ്പാസാണ്. കൊല്ലം തിരുമംഗല ദേശീയ പാത NH 744 എന്നാണ് അറിയപ്പെടുക. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. നേരെ തെങ്കാശിക്കാട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം പറഞ്ഞ കഴുത്തുരുട്ടി നദിയുടെ ഒരു നല്ലൊരു ഭാഗം, അവിടെ ധാരാളം പേര് ഇറങ്ങി കുളിക്കുന്ന ഒരു ഏരിയയാണ്. അധികം അപകടമില്ലാത്തൊരു ഏരിയയാണ്. ഒരു വശത്ത് നല്ല രീതിയിലുള്ള ഒരു സൂപ്പറായിട്ട് ഒരു കാണാൻ ഭംഗിയുള്ള ഒരു കാട്. ആ ഒരു കാട്ടിലോട്ട് നമുക്ക് കയറി ചെല്ലാൻ തോന്നും, അതേപോലെ ഭംഗിയുള്ളൊരു കാട്. അങ്ങനെ ആ കാടിനോട് ചേർന്ന് തൊട്ട് തലോടി പോകുന്ന നമ്മൾ ആദ്യം പറഞ്ഞ കഴുത്തുരുട്ടി നദി ഉണ്ടല്ലോ, ആ ഒരു നദിയിൽ ഇപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് നനയ്ക്കണം, മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് യാത്ര തുടരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.